ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ ഒരു 1000 മേലെ സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ അതിനുള്ള ഒരു മോണിറ്റൈസേഷനൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതെന്താ കാര്യങ്ങൾ, ചിലർക്ക് ചിലപ്പോൾ അതാവാത്തവരുണ്ട് ബ്ലോക്കായിട്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാൻ പോവുകയാണ് ഈ ചാനലിലൂടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1466 സബ്സ്ക്രൈബ് ഈ ഒരു ചാനലിൽ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് മോണിറ്റൈസേഷന് അവൈലബിൾ ആക്കാനൊന്നും പറ്റിയില്ല. എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പം അത് മാറണമെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മാറുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചാനൽ ബ്ലോക്കായി പിന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും സാധിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഈ ഒരു നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് കാണാം. ബിക്കം എ യൂട്യൂബ് പാർട്ട്ണറിൻ്റെ അടിയിൽ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ, അത് അൺലോക്ക് ആവണം. എനിക്കിപ്പോൾ എന്തോ ഒരു ബ്ലോക്ക് കാരണം കൊണ്ടാണ്, അത് 1000 മേലെ എത്തിക്കഴിഞ്ഞാൽ അൺലോക്ക് ആവേണ്ടതാണ്. എന്തോ ഒരു ബ്ലോക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ട്. അത് അൺലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു കാണാതെ ഇവിടെ ഉണ്ട്. ഇത് പ്രസ് ചെയ്യുമ്പോൾ അതാൻ വരണം. നോക്കിയപ്പോൾ നീല കളർ വരണം ഇവിടെ, അപ്ലൈ ചെയ്യുന്ന കാണിക്കണോടത്ത്. പക്ഷെ എനിക്കത് വരുന്നില്ല. അതാണ് എനിക്ക് ചെറിയ പ്രശ്നം എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ അടിയിൽ കണ്ടിന്യൂ ടു ഗ്രോ, അതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാം ഫ്യൂച്ചർ മൈൽ സ്റ്റോൺ, അതും മാറിയിട്ട് അൺലോക്ക് ആവണം. അത് 1000 മേലെ കഴിഞ്ഞാൽ ആവണ്ടാണ്, എന്നാലാണ് പൈസ വരുള്ളൂ. പിന്നെ നമ്മളെ ഈ മോണിറ്റൈസേഷൻ അവൈലബിൾ ചെയ്താലാണ്, ഈ മോണിറ്റൈസേഷൻ അവൈലബിൾ ആയാലാണ് നമുക്ക് പരസ്യം വരുള്ളൂ. അങ്ങനെ പരസ്യം വന്നിട്ട് നമ്മളെ പരസ്യത്തിൻ്റെ അക്കൗണ്ടിൽ 10000 രൂപ ആവണം. അപ്പോഴാണ് നമുക്ക് പൈസ വന്നു തുടങ്ങുള്ളൂ. നമുക്ക് പൈസ കിട്ടി തുടങ്ങണമെങ്കിൽ നമ്മൾ ഈ ഗൂഗിളിൽ ആഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഗൂഗിളിൽ പോയിട്ട് ഒരു ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിൽ പോയിട്ട് YT സ്റ്റുഡിയോ പോയിട്ട് നിങ്ങൾ ആദ്യം വെരിഫിക്കേഷൻ ചെയ്യണം, അപ്ലൈ ചെയ്യണം. അതിൽ സബ്സ്ക്രൈബിൻ്റെ മേലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതിനുള്ള പരിഹാരം കാണണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വെരിഫിക്കേഷൻ ചെയ്യണം നമ്മളിനി. അതിൽ ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നിട്ട് നമുക്ക് 3 വെരിഫിക്കേഷൻ ചെയ്യാനുണ്ടാവും. ആ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും എഡ്സിൻ്റെ. അപ്പോൾ നമുക്ക് എഡ്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. പിന്നെ നമ്മൾ ഇനി പരസ്യം ഇതിൽ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ആ പരസ്യത്തിനനുസരിച്ച് പൈസ അക്കൗണ്ടിൽ വന്നെടുക്കും, ആഡ്സിൻ്റെ അക്കൗണ്ടിൽ. അതൊരു 10000 രൂപ ആവണം. അങ്ങനെ ഒരു 10000 രൂപ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് വഴി അഡ്രസ്സൊക്കെ നമ്മൾ കൊടുക്കാൻ പറയും. അങ്ങനെ കൊടുത്ത് പോസ്റ്റ് വഴി നമുക്കൊരു പിൻ കോഡ് വരും. ആ പിൻ കോഡ് ഇതിലിട്ടിട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പൈസ വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ 10000 രൂപയോളം നമ്മൾ ആഡ്സിൻ്റെ അക്കൗണ്ടിലാവണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. സംഭവം ഒരു 2 മാസത്തോളം നമുക്കിത് പിടിക്കും. പിന്നെ നമ്മൾ മറ്റുള്ളവരെ വീഡിയോ ആണ് ഇടണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവർ കംപ്ലൈൻറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം 60 ദിവസത്തിനുള്ളിൽ നമ്മൾ പതുക്കെ നമ്മൾ പുതിയ വീഡിയോസ് ഇട്ട് അവരുടെ ചാനലിൽ ഡിലീറ്റ് ആക്കിയാൽ മാത്രമേ അത് നമുക്ക് ആ ചാനലിൽ ലഭ്യമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീഡിയോ മറ്റുള്ള വീഡിയോനെ ഇട്ട് അത് പിന്നെ ചാനൽ തന്നെ ബ്ലോക്കായി മാറും. പിന്നെ അവർ ചാനൽ ബ്ലോക്കാക്കി എടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത് 1000 സബ്സ്ക്രൈബ് ആയാലും അപ്ലൈ മറ്റേ ഇതിന് ഒന്നും ചെയ്യാൻ വരില്ല, പരസ്യമുള്ള ഇതൊന്നും വരില്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബ് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. പിന്നെ 1000 സബ്സ്ക്രൈബ്, 4000 വാച്ച് അവർ, 10 മില്യൺ വ്യൂസാണ് ആയിക്കഴിഞ്ഞാലാണ് നമുക്കിത് ലഭ്യമാവുള്ളൂ. 4000 വാച്ച് അവർ ആ ടൈമിൽ വേണം, 1000 സബ്സ്ക്രൈബ് വേണം, 10 മില്യൺ വ്യൂസും വേണം. എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് അവൈലബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. പിന്നെ വല്ല ലൈക്കൊക്കെ ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക.
ഞാൻ ഇങ്ങനെ ഓരോ ഫോണിന് ഈ യൂട്യൂബുമായുള്ള ട്രിക്കുകൾ ഞാൻ ഇനി കൂടുതൽ ഞാൻ ഇടും. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും നോക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ട്രിക്ക് കിട്ടും. ഈ ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് ഉള്ള ട്രിക്കുകളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഞാൻ ഇനി ഓരോ ദിവസം ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് വിശദീകരിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ കണ്ടൻറ്റൊക്കെ ആക്കി നല്ല രീതിയിലാക്കണം. നമ്മൾ സബ്സ്ക്രൈബ് കൂട്ടാനുള്ള ഒരു ഇതിൽ. എനിക്ക് ആദ്യം 8 സബ്സ്ക്രൈബൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചാനലൊക്കെ ഒന്ന് വീണ്ടും റെഡി ആക്കാമെന്ന് വെച്ചിട്ട് നല്ല നല്ല വീഡിയോസ് ഞാൻ അങ്ങനെ ഇട്ടിട്ട് പിന്നെ എനിക്ക് 100 സബ്സ്ക്രൈബൊക്കെ ആയി തുടങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ 500 പിന്നെ ഇപ്പോൾ ഇതാ 1000 ചെല്ലാനുള്ളതായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെയാണ് ആവണത്. അപ്പം നിങ്ങളെല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറയും വേറൊരു വീഡിയോ ആയിട്ട് വരാവുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.